യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കാത്തോലിക്കയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത മാർച്ച് 25-ന് സ്ഥാനമേൽക്കും. ലബനനിലെ പാത്രിയാർക്കി സെന്ററിൽ വെച്ചാണ് വാഴിക്കൽ ചടങ്ങ്. വാഴിക്കൽ ശുശ്രൂഷയ്ക്ക് ആഗോള സുറിയാനി സഭാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അഫ്രേം തൃതീയൻ പാത്രിയാർക്കീസ് ബാവ നേതൃത്വം നൽകും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ്. ആസിഫ്, വിവരങ്ങൾ. തീർച്ചയായും യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കാതോലിക്കയായി ജോസഫ് മോർ ഗ്രിഗോറിയോസിനെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ വാഴിക്കൽ ചടങ്ങ് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ലബനാനിലെ ആഭ്യന്തര സംഘർഷം അടക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ വാഴിക്കൽ ചടങ്ങ് നീണ്ടുപോയത്. എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട തീയതി കൃത്യമായി പാത്രിയാർക്കീസ് ബാവ അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 25-നാണ് ജോസഫ് മോർ ഗ്രിഗോറിയോസിന്റെ വാഴിക്കൽ ചടങ്ങ് നടത്തുക. ലബനാനിലെ പാത്രിയാർക്കി സെന്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു വാഴിക്കൽ ചടങ്ങ് നടത്തുക. വാഴിക്കൽ ചടങ്ങിന് ആഗോള സുറിയാനി സഭയുടെ അധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അഫ്രേം തൃതീയൻ പാത്രിയാർക്കീസ് ബാവ നേതൃത്വം നൽകുകയും ചെയ്യും. ഏതായാലും മുൻ കാതോലിക്ക തന്നെ അദ്ദേഹത്തിന്റെ വിൽപത്രത്തിലടക്കം ജോസഫ് മോർ ഗ്രിഗോറിയോസിനെ കാതോലിക്കയാകണം എന്ന് തന്റെ ആഗ്രഹമടക്കം പ്രകടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സമിതികളിലും ഇത് അംഗീകാരം നൽകുന്നതിലേക്കും പാത്രിയാർക്കീസ് ബാവ ഇതിന് പൂർണ്ണതോതിലുള്ള അംഗീകാരം നൽകുന്നതിലേക്കും കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും പുതിയ കാതോലിക്കയായി ജോസഫ് മോർ ഗ്രിഗോറിയോസ് ചുമതല ഏൽക്കുകയാണ്. മാർച്ച് 25-ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങ് ലെബനോനിലെ പാത്രിയാർക്കി സെന്ററിൽ നടക്കും. അതോടനുബന്ധിച്ച് കേരളത്തിലെ വിവിധ ഇടവകകളിലും മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റും ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ കാലം നീണ്ട ഒരു വൈദിക വഴിയിലുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാരം ആണ് അദ്ദേഹത്തിന് പിന്നീട് ഈ ഒരു സഭയുടെ തന്നെ ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് അദ്ദേഹം എത്തുന്നതിലേക്ക് ഇടയാക്കിയത്. അദ്ദേഹം മഹാരാജാസ് കോളേജിൽ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമടക്കം എടുത്തു. പിന്നീട് അമേരിക്കയിലും അയർലൻഡിലും അടക്കമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ വൈദിക പഠനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കൂടുതൽ ബിരുദവും മറ്റു കാര്യങ്ങളും എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനുശേഷം സഭയിലെ യാക്കോബായ സഭയുടെ വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചു വരികയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം സഭ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന കാലത്താണ് അദ്ദേഹത്തിന് കാതോലിക്ക ആയി അദ്ദേഹത്തെ വാഴിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട നിരവധി ദേവാലയങ്ങൾ നഷ്ടമാവുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കേസും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം കാതോലിക്കയായി ഇപ്പോൾ ചുമതലയേൽക്കാനും പോകുന്നത്. കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.